അപ്പം ഞാൻ നിങ്ങളെ യക്ഷിയെ നേരിട്ട് കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. നിങ്ങൾ റെഡിയല്ലേ? യക്ഷിയെ നമുക്ക് ഇന്ന് നേരിട്ട് കാണണം. ഇത് തന്നെയാണ് യക്ഷി, വേറെ യക്ഷി ഇല്ല കേട്ടോ, അതും കൂടി ഓർത്തിരുന്നോളണം. അപ്പോൾ യക്ഷിയെ നമുക്ക് നേരിട്ട് കാണാം ഇന്ന്. ഓക്കെ അല്ലേ? യക്ഷിക്ക് കാരണം ആരാണ്? ദൈ നിൽക്കുന്ന ആളാണ്. കണ്ടോ കണ്ടോ, ഇതാണ് ഏഴിലം പാല. 7 ഇതളുള്ള ഇലയോട് കൂടിയിട്ടുള്ള ഈ ഏഴിലം പാല, അതാണ് യക്ഷിപ്പാല എന്ന് പറയുന്നത്. ഈ വൃക്ഷം പൊക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതിൻ്റെ ചുവട്ടിൽ രാത്രിയിൽ കിടന്നുറങ്ങരുത് എന്നാണ് പഴമക്കാരുടെ പറച്ചിൽ. എന്താണ് കാരണമെന്നറിയില്ലേ നിങ്ങൾക്ക്? യക്ഷി വരും. അപ്പോൾ ആരാണ് യക്ഷി എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് യക്ഷി? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമില്ലേ യക്ഷി ആരാണെന്ന്, അല്ലേ? അപ്പോൾ യക്ഷൻ ആരാണെന്നറിയണം, എന്നാലാണ് യക്ഷി ആരാണെന്ന് മനസ്സിലാവുള്ളൂ. ഈ ഗന്ധഗുണമുള്ള വൃക്ഷരാജന്മാരെയാണ് യക്ഷൻ എന്ന് പറയുന്നത്. ഏകദേശം 40 മീറ്ററിലേറെ വളർന്നുയരുവാൻ കഴിവുള്ളതാണ് ഈ ഏഴിലം പാല. അങ്ങ് പോകുന്നത് കണ്ടോ. ലോകം മുഴുവൻ അന്ധവിശ്വാസത്തിൻ്റെ നിഴലിലാണ്. ഇത് ലോകത്തറിയപ്പെടുന്നത് ഡെവിൾസ് ട്രീ എന്നാണ് കേട്ടോ. ഇങ്ങ് നോക്കിയേ, എന്ത് ഉയരത്തിലാന്ന് നോക്കിയേ, നിറയെ പൂവാണ്. അത്രയും ഉയരത്തിലാണ് യക്ഷി വന്ന് ചേക്കേറുന്നത്. ഇപ്പം നമ്മൾ യക്ഷിയെ കാണാൻ പോവാണ്. പേടിയില്ലല്ലോ, പേടിക്കേണ്ട. സാക്ഷാൽ യക്ഷിയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. ആകാശം മുട്ടെ വളർന്നുയർന്ന് ഗന്ധഗുണത്തെ ഏകുന്ന, കിലോമീറ്ററുകളോളം ഗന്ധഗുണത്തെ ഏകുന്ന വൃക്ഷരാജന്മാരെയാണ് യക്ഷൻ എന്ന് പറയുന്നത്. ആ യക്ഷനെ തേടിയെത്തുന്ന പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തിന് പറയുന്ന പേരാണ് യക്ഷി. യക്ഷിയിലെ തേനീച്ചകൾ, വലിയ മാതാളി പോലത്തെ വലിയ തേനീച്ച കൂട്ടങ്ങളെല്ലാം യക്ഷിയിൽപ്പെടും. യക്ഷൻ എന്ന് പറഞ്ഞാലോ വൃക്ഷലോകമാണ്, പുരുഷവംശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ യക്ഷൻ പുരുഷനാണ്, അത് വൃക്ഷലോകമാണ്. യക്ഷി എന്ന് പറഞ്ഞാലോ സ്ത്രീയാണ്. പരാഗണകാരികളായിട്ടുള്ള ജീവലോകമാണ്. വസന്ത ഋതുവിനൊപ്പം സഞ്ചരിക്കുന്നവരും അല്ലാതെ തദ്ദേശത്തുള്ളവരുമായിട്ടുള്ള പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തെയാണ് ഈ യക്ഷി എന്ന് പറയുന്നത്. ആ യക്ഷി ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കാം. ബ്രഹ്മശക്തിയുടെ മൂക്കിൽ നിന്ന് ജനിച്ച മൂക്കുകൊണ്ട് സഞ്ചരിക്കുന്ന പരാഗണകാരികളായിട്ടുള്ള ഈ നമ്മുടെ ഈ തൊടികളിലെല്ലാം പരാഗണം നടത്തുന്നത് ആരാണ്? മനുഷ്യരാണോ? അല്ല, നമ്മുടെ ഈ യക്ഷികളാണ്. ഈ യക്ഷനെ ആശ്രയിച്ചാണ് യക്ഷികൾ താമസിക്കുന്നത്. ഇവർക്ക് നമുക്ക് വേറെ സത്രങ്ങളൊന്നും പണിത് കൊടുക്കാൻ പറ്റില്ല. ഇവരുടെ സത്രങ്ങൾ ഈ യക്ഷൻ്റെ ഇത്തരം വൃക്ഷങ്ങളാണ്. പാല, ഞാവൽ, ഇലഞ്ഞി, പേരാല്, അരയാല് എല്ലാം ഇത്തരം ഗന്ധരാജന്മാരാണ്. അവരെയാണ് യക്ഷൻ എന്ന് പറയുന്നത്. ആ യക്ഷൻ്റെ തണലിൽ ആശ്രയിച്ച് കഴിയുന്ന പരാഗണകാരികളായിട്ടുള്ള ജീവലോകത്തെയാണ് എന്ത് പറയുന്നത്? യക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി യക്ഷിയെ ആ യക്ഷിയുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഭയപ്പെടാവുള്ളൂ. മാതാള് കുത്തിയാലും വലിയ തേനീച്ച കുത്തിയാലും ഒക്കെ നമുക്ക് എന്താ സംഭവിക്കുക? മരണം സംഭവിക്കും. എന്തുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങരുതെന്ന് പറയുന്നത്? ആ പരാഗണകാരികളായിട്ടുള്ള ജീവലോകം നമ്മളെ കുത്തുവാൻ സാധ്യതയുണ്ട്. കുത്തിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെ അവരാക്രമിച്ചാൽ നമ്മൾ മരണപ്പെടുവാനും സാധ്യതയുണ്ട്. അന്ധവിശ്വാസങ്ങളെ നമ്മൾ പടിയടച്ച് പുറത്താക്കണം. ഓക്കെ കേട്ടോ. അപ്പോൾ ഇനി യക്ഷിനെ പേടിക്കൂ. അപ്പോൾ മക്കളെ, ആരാണ് യക്ഷി?